നമ്മുടെ കേരളത്തിലെ 12ാമത്തെ ജില്ലയാണ് വയനാട്. 1980 നവംബർ 1-നാണ് വയനാട് ജില്ലയ്ക്ക് രൂപം കൊടുക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല. കോഴിക്കോട്, കണ്ണൂർ എന്നീ പ്രദേശങ്ങളിലെ ഭാഗമായിരുന്ന സ്ഥലങ്ങളെ അടർത്തിയെടുത്തുകൊണ്ടാണ് വയനാടിന് രൂപം കൊടുത്തത്. പ്രകൃതിയെയും യാത്രയെയും ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഒരിക്കലെങ്കിലും സഞ്ചരിക്കുന്ന സ്ഥലങ്ങളാണ് വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കയും. നമ്മൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇതുവഴി സഞ്ചരിച്ചപ്പോൾ പകർത്തിയ ചില ദൃശ്യങ്ങൾ മാത്രം ഇവിടെ വയ്ക്കുന്നു. ചിലത് മനഃപൂർവ്വം ഒഴിവാക്കുന്നു. മറ്റൊന്നുമല്ല, അതിൽ ധാരാളം ചിരിക്കുന്ന മുഖങ്ങളുണ്ട്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം സംഭവിച്ച നാട്ടിലൂടെ, ആ നാട്ടുകാരിലൂടെ സഞ്ചരിച്ച ആ ഓർമ്മകൾ ഹൃദയത്തിൽ മായാതെ തങ്ങി നിൽക്കുന്നു. നേരം വെളുത്തിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ നാടേ അല്ല അതങ്ങനെയായിട്ട് ഞങ്ങളെ കൂടെ ഉള്ളവരെല്ലാം ആരുമില്ല. ഞങ്ങളെ അവസ്ഥകൾ ആലോചിച്ച് നോക്കണം. ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടുണ്ടെന്ന് ഈ നാട്ടിൽ. ഇതാണ് കേട്ടോ ചൂരമല സ്കൂൾ റോഡിന്റെ റോഡാണ് കാണുന്നത്. ഞാൻ കളിച്ചു വളർന്ന് ജനിച്ചു വളർന്ന എന്റെ സ്ഥലം മൊത്തം പോയി, എല്ലാം പോയി. എല്ലാ ഓർമ്മകൾ മാത്രമായി പോയി. അവിടെ നിന്നാണ് ഉരുളുപൊട്ടി വരുന്നത്. ഇവിടെ മൊത്തം എന്റെ കൂട്ടുകാരന്മാരുടെ വീടാണ്, ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാവരുടെയും വീട് അവിടെയായിരുന്നു. എല്ലാം പോയി. അവിടെ കാണുന്നതാണ് കേട്ടോ സ്കൂൾ വരുന്നത്. ഞാൻ പഠിച്ച സ്കൂളാണ്. ആ സ്കൂൾ വരെ പോയി. ഇത് പടവെട്ടിക്കുന്ന് ഏറ്റവും ടോപ്പാണ്. ആ മുണ്ടക്കായി അവിടെ നിന്നാണ് രണ്ടായിട്ട് പിളർന്ന് കയറി വന്നത്. പടവെട്ടിക്കുന്ന് വന്ന് അടിച്ചത് ആ മുണ്ടക്കായി ടോപ്പ് നടിച്ച് കയറി വന്ന് പടവെട്ടിക്കുന്നിലേക്ക് വന്ന് പടവെട്ടിക്കുന്നും പൊട്ടി താഴേക്ക് വന്നു. ഞങ്ങളുടെ വീട് കുടുംബത്തെ